Hi all. Today we will discuss about single index model. Markovic's model has serious practical limitations due to the rigorous involved in compiling the expected returns, standard deviation, variance, covariance of each security to every other security in the portfolio. Sharpe model has simplified this process by relating the return in a security to a single market index. Firstly, this will theoretically reflect all well-traded securities in the market. Secondly, it will reduce and simplify the work involved in compiling elaborate metrics of variances as between individual securities. മാർക്കോവിക്സ് മോഡലിന് ഒരു പ്രാക്ടിക്കൽ ലിമിറ്റേഷൻസ് എന്താണ് വളരെ ബുദ്ധിമുട്ടുള്ള എന്താണ് പ്രാക്ടിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് പ്രാക്ടിക്കൽ ലിമിറ്റേഷൻ്റെ പ്രധാനപ്പെട്ട കാരണം റിഗറസ് ഇൻവോൾവ്ഡ് ഇൻ കമ്പൈലിംഗ് എന്താണ് റിഗറസ് എന്ന് പറഞ്ഞാൽ കഠിനമായിട്ടുള്ള ഒരു ജോലി. എന്താണ് കമ്പൈലിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് റിട്ടേൺസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, കോവേരിയൻസ് ഓഫ് ഓരോ സെക്യൂരിറ്റിയുടെയും എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ടു ദി അതർ അല്ലെ. കോവേരിയൻസ് എന്ന് പറയുമ്പോൾ ഇൻറ്ററാക്റ്റീവ് റിസ്ക് ആണ്. ഇതൊക്കെ കമ്പയർ ചെയ്യുക, സമാഹരിക്കേണ്ടുന്ന ഒരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് എന്തിനുണ്ടായിരുന്നു, മാർക്കോവിക്സ് മോഡലിന് ഉണ്ടായിരുന്നു. So Sharpe model has simplified this process by relating the return in a security to a single market index. എന്താണ് ഷാർപ്പ് മോഡൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു ബുദ്ധിമുട്ടിനെ സിംപ്ലിഫൈ ചെയ്ത് ലഘൂകരിച്ചു. എങ്ങനെ എന്ത് ചെയ്തിട്ട് റിട്ടേൺ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തു, ഒരു സിംഗിൾ മാർക്കറ്റ് ഇൻഡെക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഷാർപ്പ് മോഡൽ ഈ ഒരു ബുദ്ധിമുട്ട് എന്ത് ചെയ്യുന്നു, പരിഹരിക്കുന്നു അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുന്നു. ഫസ്റ്റ്ലി എന്താണ് ദിസ് വിൽ തിയററ്റിക്കലി റിഫ്ലക്ട് ഓൾ വെൽ ട്രേഡഡ് സെക്യൂരിറ്റീസ് ഇൻ ദ മാർക്കറ്റ്. എന്താണ് തിയററ്റിക്കലി ഇത് എന്ത് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്യുന്നു. ദെൻ എന്താണ് സെക്കൻഡ്ലി എന്താണ് ഇറ്റ് വിൽ റെഡ്യൂസ് ദ സിംപ്ലിഫൈ ദ വർക്ക് ഇൻവോൾവ്ഡ്. എന്താണ് എന്ത് ചെയ്തു ഇൻ കമ്പൈലിംഗ് ഇലാബറേറ്റ് മെട്രിക്സ് ഓഫ് വേരിയൻസസ്. എന്താണ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ വേരിയൻസിൻ്റെ മെട്രിക്സ് എന്ത് ചെയ്യുക, സമാഹരിക്കുന്നതിൽ എന്താണ് വർക്ക് എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ എന്താണ് സിംപ്ലിഫൈ ചെയ്തുവാണ് സെക്കൻഡ്ലി. ഓക്കെ, അപ്പോൾ അത് മാർക്കോവിക്സ് മോഡലിൻ്റെ ഒരു സിംപ്ലിഫൈഡ് മോഡലാണ് അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് എന്ത് ഉണ്ടാക്കിയിട്ടുള്ളത്, ഷാർപ്പ് ഇൻഡെക്സ് മോഡൽ എന്ത് ചെയ്തിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ സിംഗിൾ ഇൻഡെക്സ് മോഡൽ ഉണ്ടാക്കിയിട്ടുള്ളത്. നോക്കുക, ദ ബേസിക് നോഷൻ അണ്ടർലൈങ് ദ സിംഗിൾ ഇൻഡെക്സ് മോഡൽ ഈസ് ദാറ്റ് ഓൾ സ്റ്റോക്സ് ആർ അഫക്റ്റഡ് ബൈ മൂവ്മെൻറ്റ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഒരു ബേസിക് അസംഷൻ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റിലെ എന്താണ് എല്ലാ സ്റ്റോക്കുകളും എന്താണ് ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ദി എന്താണ് മൂവ്മെൻറ്റ് ഇൻ ദി ഈ സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിലെ മൂവ്മെൻറ്റിന് എല്ലാ സ്റ്റോക്കും എന്താണ് അഫക്റ്റഡ് ആണ്. So casual observation in the share price reveals that when the market moves up, the prices of most shares tend to increase. എന്താണ് അപ്പോൾ ഒബ്സർവേഷനിൽ നിന്നും എന്ത് ചെയ്യുന്നത് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, മാർക്കറ്റ് എന്ത് ചെയ്യുന്ന സമയത്ത് മൂവ് അപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഷെയറിൻ്റെ പ്രൈസും എന്ത് ചെയ്യുന്നു കൂടാനുള്ള ടെൻഡൻസി ആണുള്ളത്. അതേപോലെ when the market goes down, മാർക്കറ്റ് എന്ത് ചെയ്യുന്ന സമയത്ത് താഴേക്ക് വരുന്ന സമയത്ത് പ്രൈസ് ഓഫ് ദ മോസ്റ്റ് ഷെയർസ് ടെൻഡ് എന്നാണ് ഡിക്ലൈനിൽ എന്താണ് എല്ലാത്തിൻ്റെയും ഷെയർ എന്ത് ചെയ്യാനാണ് സാധ്യത, ഡിക്ലൈൻ ചെയ്യാനാണുള്ള ടെൻഡൻസിയാണ് എന്ത് ചെയ്യുന്നത് കാണുന്നത്. So this suggests that one reason why security returns might be correlated and there is a co-movement between securities is because of a കോമൺ റെസ്പോൺസ് ടു മാർക്കറ്റ് ചേഞ്ച്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം എന്നിങ്ങനെ അന്വേഷിച്ച സമയത്താണ് അത് എന്താവാം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് എ കോമൺ റെസ്പോൺസ്. എന്താണ് മാർക്കറ്റ് ചേഞ്ചിനോടുള്ള ഒരു കോമൺ റെസ്പോൺസ് ആവാം ഇതിൻ്റെ കാരണം എന്നെന്ത് ചെയ്യുന്നു ഒരു സജഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു അനുമാനത്തിലേക്ക് എന്ത് ചെയ്യുന്നു. ദിസ് മൂവ്മെൻറ്റ് ഓഫ് സ്റ്റോക്ക് with a market index may be studied with the help of a simple linear regression analysis, taking the returns on individual security as the dependent variable and the return of the market index RM as എന്താണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് എന്താ മൂവ്മെൻറ്റ്, മാർക്കറ്റിൻ്റെ കൂടെയുള്ള സ്റ്റോക്ക് പ്രൈസിൻ്റെ എന്താണ് മൂവ്മെൻറ്റ്, അതാണ് ഈ മൂവ്മെൻറ്റ്. എന്താണ് ഈ മൂവ്മെൻറ്റിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നു ഒരു പഠനം എങ്ങനെ ചെയ്യുക, ഒരു സിമ്പിൾ ലീനിയർ റിഗ്രഷൻ്റെ സഹായത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു പഠിക്കാമെന്ന് എന്ത് ചെയ്യുന്നു തീരുമാനിക്കുന്നു. ആ പഠനം എങ്ങനെയാണ്,
ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഏതായിട്ട് എടുക്കുന്നു? ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി റിട്ടേണിനെ എന്ത് ചെയ്യുന്നു? ഡിപ്പെൻഡൻറ്റ് വേരിയബിളും അതേപോലെ മാർക്കറ്റ് ഇൻഡെക്സ് റിട്ടേണിനെ എന്താണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുമാക്കി എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? സിമ്പിൾ ലീനിയർ റിഗ്രഷൻ അനാലിസിസിലൂടെ ഈ ഒരു മൂവ്മെൻറ്റ് എന്ത് ചെയ്യാം, പഠിക്കാമെന്ന് എന്ത് ചെയ്യുന്നു, തീരുമാനിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ദ റിട്ടേൺ ഓഫ് ആൻ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി ക്യാൻ ബി എക്സ്പ്രസ്ഡ്, ഏത് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? RI = ആൽഫ ഐ പ്ലസ് ബീറ്റ ഐ RM പ്ലസ് എന്താണ് EI. RI എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ സെക്യൂരിറ്റി ഐ ആണ്, RM എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ദ മാർക്കറ്റ് ഇൻഡെക്സ് ആണ്, അല്ല ബീറ്റ ഐ എന്ന് പറയുന്നതാണ് കോൺസ്റ്റൻറ്റ് ദാറ്റ് മെഷർ ദ എക്സ്പെക്റ്റഡ് ചേഞ്ച് ഇൻ RI ഗിവൺ ചേഞ്ച് ഓഫ് RM. അതായത് RM ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ചിട്ട് എത്ര ചേഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്, RIയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റം ഉണ്ടാകുന്നുണ്ട് എന്ന് സെൻസിറ്റിവിറ്റി ഓഫ് സ്റ്റോക്കാണ് എന്ത് ചെയ്യുന്നത്, ബീറ്റ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. EI എന്ന് പറഞ്ഞാൽ എന്താണ്, റാൻഡം റെസിഡ്യൂവൽ എററാണ്, അല്ലെങ്കിൽ എറർ ടേം ആണെന്ത് EI എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, നമ്മൾ ഇക്വേഷൻ എന്ന് വെച്ച് നമ്മൾ പഠിക്കുകയാണ് എങ്കിൽ ദിസ് ഇക്വേഷൻ ബ്രേക്സ് ദ റിട്ടേൺ ഓൺ എ സ്റ്റോക്ക് ഇൻ ടു 2 components. One part due to the market and the other part independent of എന്താണ് മാർക്കറ്റ്. അപ്പോൾ 2 രീതിയിലാണ് ഇത് ബ്രേക്ക് ചെയ്യുന്നത്. ഒരു പാർട്ട് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും ഒരു പാർട്ട് എന്താണ് മാർക്കറ്റുമായി നിന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളതും. നോക്കുക, so the beta parameter in the equation measures how sensitive a stock's return is to the return on market index. അപ്പോൾ ബീറ്റ പാരാമീറ്റർ എന്ത് ചെയ്യുന്നത്, ഈ ഇക്വേഷനിലെ ബീറ്റ പാരാമീറ്റർ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത് ഈ മാർക്കറ്റ് ഇൻഡെക്സിനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സ്റ്റോക്ക് റിട്ടേൺ എത്രത്തോളം സെൻസിറ്റീവാണ്, അതല്ലെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ് ഹൗ എക്സ്റ്റെൻസീവ്ലി ദ റിട്ടേൺ ഓഫ് എ സെക്യൂരിറ്റി വിൽ വയറി വിത്ത് ദ ചേഞ്ചസ് ഇൻ ദ മാർക്കറ്റ് റിട്ടേൺ. അതായത് മാർക്കറ്റ് റിട്ടേണിൽ മാറ്റം ഉണ്ടാകുന്ന സമയത്ത് എത്രത്തോളം ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയിൽ എന്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്, മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ബീറ്റ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് ദ ബീറ്റ ഓഫ് എ സെക്യൂരിറ്റി ഈസ് ടു, അതായത് ബീറ്റ നമുക്ക് 2 കിട്ടിയിട്ടുള്ളതെന്ന് വിചാരിക്കാം, ദെൻ ദ റിട്ടേൺ ഓഫ് ദ സെക്യൂരിറ്റി ഈസ് എക്സ്പെക്റ്റഡ് ടു ഇൻക്രീസ് ബൈ 20% വെൻ ദ മാർക്കറ്റ് റിട്ടേൺ ഈസ് ഇൻക്രീസ്ഡ് ബൈ 10%. അതായത് മാർക്കറ്റ് 10% എന്ത് ചെയ്യുന്ന സമയത്ത്, മൂവ് അപ്പ് ചെയ്യുന്ന സമയത്ത് 20% എന്ത് ചെയ്യും, ബീറ്റയിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി റിട്ടേൺ എത്ര മൂവ് അപ്പ് ചെയ്യും, 20% എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അതായത് ബീറ്റ 2 ആണെങ്കിൽ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി റിട്ടേൺ എന്ത് ചെയ്യുന്നു, 20% മൂവ് അപ്പ് ചെയ്യുന്നു. ഏത് സമയത്ത്, മാർക്കറ്റ് റിട്ടേൺ 10 ഉണ്ടാകുന്ന സമയത്ത്. ഇനി അതേപോലെ തന്നെ ഡൗൺ ആണെങ്കിലും എന്ത് ചെയ്യും, ഇതേതുണ്ടാവും, ഇൻ കേസ് ദ മാർക്കറ്റ് ഈസ് റിട്ടേൺ ഡിക്രീസ് ബൈ 10%, അല്ലെ 10% എന്ത് ചെയ്യാണ്, താവുകയാണെങ്കിൽ സെക്യൂരിറ്റി റിട്ടേൺ എത്ര ശതമാനം കുറയും, 20% കുറയും. ഓക്കെ, അപ്പം അതാണ് എന്ത് ബീറ്റ കൊണ്ട് എന്ത് ചെയ്യണത് ഉദ്ദേശിക്കുന്നത്. സോ എ ബീറ്റ ഓഫ് കോവിഷ്യൻ്റ് ഗ്രേറ്റർ ദാൻ 1 വുഡ് സജസ്റ്റ് ഗ്രേറ്റർ റെസ്പോൺസീവ്നെസ് ഓൺ ദ പാർട്ട് ഓഫ് ദ സ്റ്റോക്ക് ഇൻ റിലേഷൻ ടു എന്താണ് മാർക്കറ്റ് ആൻഡ് വൈസ് വേഴ്സ. അതായത് എന്താണ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, ബീറ്റയുടെ വാല്യൂ 1-ൽ കൂടുതലാണ് എങ്കിൽ നമ്മൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്, ഗ്രേറ്റർ വളരെ നല്ല രീതിയിൽ സെൻസിറ്റീവ് ആണ്, അല്ലെങ്കിൽ ഗ്രേറ്റർ റെസ്പോൺസീവ്നെസ് ആണ് ഏതിനുള്ളത്, സ്റ്റോക്കിനുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1-ൽ കുറവാണെങ്കിൽ എന്തില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി, റെസ്പോൺസീവ്നെസ് എന്താണ് കുറവാണ് എന്നും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇതിലെല്ലാം പറഞ്ഞത് ആൽഫ പാരാമീറ്റർ ഇൻഡിക്കേറ്റ് വാട്ട് ദ റിട്ടേൺ ഓഫ് ദ സെക്യൂരിറ്റി വുഡ് ബി വെൻ ദ മാർക്കറ്റ് റിട്ടേൺ ഈസ് 0. ഇതിലുള്ള ആൽഫ പാരാമീറ്റർ സൂചിപ്പിക്കുന്നത്, ഇക്വേഷനിലുള്ള ആൽഫ പാരാമീറ്റർ സൂചിപ്പിക്കുന്നത് എന്താ സൂചിപ്പിക്കുന്നത്, മാർക്കറ്റ് റിട്ടേൺ എന്ത് ചെയ്യുകയാണെങ്കിൽ 0 ആണെങ്കിൽ ആ സമയത്തുള്ള റിട്ടേണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആൽഫ പാരാമീറ്റർ കൊണ്ട് എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. So the alpha parameter indicate what the return of the security would be when the market return is 0. മാർക്കറ്റ് റിട്ടേൺ ഒന്നുമില്ലാത്ത സമയത്ത്, അല്ലേ, ഇപ്പോൾ 0 ആകുന്ന സമയത്ത് എന്താ സെക്യൂരിറ്റി റിട്ടേൺ എന്നുള്ളതാണ് എന്ത് സൂചിപ്പിക്കുന്നത്, ആൽഫ പാരാമീറ്റർ എന്ത് ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ സെക്യൂരിറ്റി വിത്ത് എൻ ആൽഫ ഓഫ് +3%, അതായത് ഒരു +3 ആൽഫ ഉള്ള ഒരു സെക്യൂരിറ്റി വുഡ് ഏൺ 3% റിട്ടേൺ ഈവൻ വെൻ ദ മാർക്കറ്റ് റിട്ടേൺ ഈസ് 0. ഓക്കെ, ആൻഡ് എന്താണ്, ഇറ്റ് വുഡ് ഏൺ ആൻ അഡീഷണൽ 3% അറ്റ് ഓൾ ലെവൽസ് ഓഫ് എന്താണ് മാർക്കറ്റ് റിട്ടേൺ. എന്താണ്, ഇപ്പോൾ 3% അല്ലെങ്കിൽ +3 ആണ് എന്തെങ്കിൽ ആൽഫ കാണിക്കുന്നത് എങ്കിൽ, മാർക്കറ്റ് റിട്ടേൺ 0 ആവുന്ന സമയത്തും ആ 3 കാണിക്കുന്ന ആൽഫയുള്ള സെക്യൂരിറ്റിക്ക് എത്ര റിട്ടേൺ ഉണ്ടാവും,
എന്തുണ്ടാവും, റിട്ടേൺ ഉണ്ടാവും. ഇനി ഇപ്പോൾ മാർക്കറ്റ് റിട്ടേൺ 5 ആണെങ്കിൽ ഇതിന് എന്തുണ്ടാവും, 8 ഉണ്ടാവും. അതായത് അറ്റ് ഓൾ ലെവൽസ് ഇത് എന്ത് ചെയ്യും, +3 എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതായത് മാർക്കറ്റ് റിട്ടേണേക്കാളും എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ദ പോസിറ്റീവ് ആൽഫ റെപ്രസെൻറ്റ് എ സോർട്ട് ഓഫ് ബോണസ് റിട്ടേൺ ആൻഡ് വുഡ് ബി ഹൈലി ഡിസയറബിൾ ആസ്പെക്റ്റ് ഓഫ് സെക്യൂരിറ്റിയിൽ. എന്താണ് പോസിറ്റീവ് ആൽഫ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഡിസയറബിൾ ക്വാളിറ്റി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസയറബിൾ ആസ്പെക്റ്റ് ഓഫ് സെക്യൂരിറ്റി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പോസിറ്റീവ് ആൽഫയെ കാണുന്നത്. ഇനി നെഗറ്റീവ് ആൽഫ ആണെങ്കിലോ, നേരത്തെ നമ്മൾ പറഞ്ഞു +3 പറഞ്ഞ സമയത്ത് എന്താണ്, മൈനസ് ആണ് എങ്കിൽ എന്തായിരിക്കും, മാർക്കറ്റ് റിട്ടേൺ 0 ആവുന്ന സമയത്ത് അതിനെക്കാട്ടിലും കൂടുതൽ എന്തായിരിക്കും, 4 ഇപ്പം 3 ആണെങ്കിൽ -3 ആണെങ്കിൽ -3% ലോസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം 10% ആണെങ്കിൽ ആൽഫ -3 ആണെങ്കിൽ സെക്യൂരിറ്റിക്ക് എത്രയേ ഉണ്ടാവുള്ളൂ, 7 ഉണ്ടാവുള്ളൂ. ഓക്കെ, 7% ഉണ്ടാവുള്ളൂ. അപ്പം വേറാസ് നെഗറ്റീവ് ആൽഫ റെപ്രസെൻ്റ് എ പെനാൽറ്റി, എന്താണ്, ഇൻവെസ്റ്റർക്ക് ഒരു പെനാൽറ്റി അല്ലെങ്കിൽ ഒരു ശിക്ഷ എന്നുള്ള രീതിയിലാണ് എന്ത് നെഗറ്റീവ് ആൽഫയെ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുക. ഒരു അൺഡിസയറബിൾ, നമുക്ക് ഇഷ്ടമല്ലാത്ത എന്താണ്, ഒരു ആസ്പെക്റ്റ് ആയിട്ടാണ് എന്ന് പറയുന്നത്. And the final term in the equation, that is EI, is the unexpected return resulting from the influences not identified by the മോഡൽ എന്നാണ്. അപ്പോൾ ഈ മോഡലിന് പുറത്തുള്ള എന്താണ്, ചില ഫാക്ടേഴ്സുകളുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇൻഡെക്സ് അല്ലാതെ വേറെയും എന്തുണ്ടാവും, ചിലപ്പോൾ ഫാക്ടേഴ്സുകളുണ്ട്. ആ ഫാക്ടേഴ്സിൽ നിന്നൊക്കെ എന്താണ്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ നിന്നും, അതായത് മോഡലിൻ്റെ പുറത്ത് നിന്നും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ നിന്നും എന്തെങ്കിലും റിട്ടേൺ കിട്ടിയിട്ടുണ്ട് എങ്കിൽ ആ റിട്ടേണിനെ സൂചിപ്പിക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, EI എന്നുള്ള ടേം ഉപയോഗിക്കുന്നത്. അതിന് നമുക്ക് എന്ത് പറയാം, റാൻഡം ഓർ എന്താണ്, റെസിഡ്യുവൽ ടേം റിട്ടേൺ എന്നാണ് നമ്മളതിനെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇറ്റ് മേ ടേക്ക് ഓൺ എനി വാല്യൂ, അതായത് ഏത് വാല്യൂ ആവാം. പക്ഷേ എന്താണ്, ബട്ട് ഓവർ എ ലാർജ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഇറ്റ് വിൽ ആവറേജ് ഔട്ട് എന്നാണ് 0, അല്ലെങ്കിൽ എന്താണ്, ഒരു 0 ആണ് എന്ത് അതിൻ്റെ ആവറേജ് എപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, സൂക്ഷിക്കാറുള്ളത്. അല്ലെങ്കിൽ 0 ആണ് എന്ത് ഈ എറർ ടേമിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, മെഷറിങ് സെക്യൂരിറ്റി റിട്ടേൺ ആൻഡ് റിസ്ക് അണ്ടർ സിംഗിൾ ഇൻഡെക്സ് മോഡൽ എന്നാണ്. സെക്യൂരിറ്റി റിട്ടേണും അതേപോലെ എന്നാൽ റിസ്ക്കും എങ്ങനെയാണ് സിംഗിൾ ഇൻഡെക്സ് മോഡലിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത് എന്നാണ്. സോ യൂസിങ് ദ സിംഗിൾ ഇൻഡെക്സ് മോഡൽ, എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് എൻ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി മേ ബി എക്സ്പ്രസ്ഡ് ആസ് എന്താണ്, ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി റിട്ടേൺ എന്ന് പറയുന്നത് RI = ആൽഫ I + എന്താണ് ബീറ്റ R⁻M ആണ്. Okay, so the return of a security is a combination of two components, അതായത് a specific component represented by the alpha of the security plus a market related return component represented by the beta R⁻M. അതായത് രണ്ട് എന്താണ്, ഈ സെക്യൂരിറ്റി റിട്ടേണിനെ സിംഗിൾ ഇൻഡെക്സ് മോഡൽ പ്രകാരമുള്ള സെക്യൂരിറ്റി റിട്ടേണിനെ രണ്ട് കോമ്പണൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഒന്നൊരു സ്പെസിഫിക് കോമ്പണൻ്റ്, അതിനെ എന്തുകൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ആൽഫയെ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മറ്റൊന്നെന്താണ്, മാർക്കറ്റ് റിലേറ്റഡ് റിട്ടേൺ ആണ്. അത് എന്തുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു, ബീറ്റ R⁻M കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. So the residual return disappears from the expression because its average value 0. നമ്മൾ നേരത്തെ പറഞ്ഞില്ല എന്താണ്, ഇത് എന്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഈ റെസിഡ്യുവൽ റിട്ടേൺ നമ്മൾ എന്തായിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ. അതിൻ്റെ കാരണം നമ്മൾ എന്താ പറഞ്ഞത്, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, അതിൻ്റെ ആവറേജ് വാല്യൂ എന്താണ്, 0 ആണ്. അപ്പോൾ എന്താണ്, ഇറ്റ് ഹാസ് ആൻ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് 0 എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്കൂട്ടുന്നത്. സോ കറസ്പോണ്ടിംഗ്ലി റിസ്ക് നോക്കുക, റിസ്ക് ഓഫ് എ സെക്യൂരിറ്റി becomes the sum of a market related component and a component that is specific to the security. അതേപോലെ തന്നെ റിട്ടേണിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ്, റിസ്ക്കും എന്താണ് ഇതേപോലെയാണ്. എന്താ, ടോട്ടൽ റിസ്ക് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് റിലേറ്റഡ് റിസ്ക് പ്ലസ് എന്താണ്, സ്പെസിഫിക് റിസ്ക്. വേറെ നമ്മുടെ ഇക്വേഷൻ നോക്കുക, വേരിയൻസ് ഈസ് ഈക്വൽ ടു എന്താണ്, ബീറ്റ സ്ക്വയർ സിഗ്മ സ്ക്വയർ പ്ലസ് എന്താണ്, സിഗ്മ സ്ക്വയർ EI. സിഗ്മ സ്ക്വയർ എന്ന് പറയുമ്പോൾ വേരിയൻസ് ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി ആണ്. സിഗ്മ സ്ക്വയർ M എന്ന് പറയുമ്പോൾ വേരിയൻസ് ഓഫ് മാർക്കറ്റ് ഇൻഡെക്സ് റിട്ടേൺ ആണ്. ദെൻ വേരിയൻസ് ഓഫ് റെസിഡ്യുവൽ റിട്ടേൺസ് ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി ആണ്. ബീറ്റ എന്ന് പറഞ്ഞാൽ ബീറ്റ കോഷ്യൻ്റ് ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്, റിസ്ക്കും റിട്ടേണും എന്ത് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീൻ്റെത് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന മെഷറിങ് പോർട്ട്ഫോളിയോ റിട്ടേൺ ആൻഡ് റിസ്ക് എന്താണ്, അണ്ടർ സിംഗിൾ ഇൻഡെക്സ് മോഡൽ എന്താണ്, പോർട്ട്ഫോളിയോയുടെ റിസ്ക്കും റിട്ടേണും നമ്മൾ എങ്ങനെ എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്തത് പറയുന്നത്. So portfolio analysis and selection requires as input the expected portfolio return and risk for all possible portfolios that can be considered with a given set of securities.
അതായത് നമ്മൾ പോർട്ട്ഫോളിയോ അനാലിസിസിനും സെലക്ഷനും നമ്മൾ നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് ഇൻപുട്ട് ഡാറ്റയായിട്ട് നമുക്ക് എന്ത് വേണം? ഈ പോർട്ട്ഫോളിയോയുടെ എക്സ്പെക്റ്റഡ് റിട്ടേണും റിസ്ക്കും നമുക്ക് എന്തുണ്ട്? ആവശ്യമുണ്ട്. സോ ദ റിട്ടേൺ ആൻഡ് റിസ്ക് ഓഫ് എ പോർട്ട്ഫോളിയോ ക്യാൻ ബി കാൽക്കുലേറ്റഡ് എന്നാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സിംഗിൾ ഇൻഡെക്സ് മോഡൽ വെച്ചിട്ട് നമുക്ക് എന്ത് റിട്ടേണും റിസ്ക്കും എന്ത് ചെയ്യാം? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. So the expected return of a portfolio may be taken as portfolio alpha plus portfolio beta times expected market return. ഓക്കെ, അതായത് എന്താണ് ഒരു പോർട്ട്ഫോളിയോയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് എന്തിൻ്റെ സമ്മേഷനാണ്? പോർട്ട്ഫോളിയോ ആൽഫ പ്ലസ് എന്താണ്? പോർട്ട്ഫോളിയോ ബീറ്റ ടൈംസ് ആണ്. അതെങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ആർ ബാർ പി ഈസ് ഈക്വൽ ടു ആൽഫ പി പ്ലസ് എന്താണ്? ബീറ്റ പി ആർ ബാർ എം. ഓക്കെ, സോ ദ പോർട്ട്ഫോളിയോ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അടുത്ത് പറയുന്നത്. ദ പോർട്ട്ഫോളിയോ ആൽഫ ഈസ് ദ വെയ്റ്റഡ് ആവറേജ് ഓഫ് ദ സ്പെസിഫിക് റിട്ടേൺസ് ഓഫ് ദ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ്. എന്താണ്? ആ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ വെയ്റ്റഡ് ആവറേജ് എന്താണ്? ഓഫ് സ്പെസിഫിക് റിട്ടേൺസ് ആണ് എന്താ? പോർട്ട്ഫോളിയോ ആൽഫ എന്ന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആൽഫ പി ഈസ് ഈക്വൽ ടു സിഗ്മ ഡബ്ല്യു ഐ ആൽഫ ഐ. ഡബ്ല്യു ഐ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എൻ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി. ആൽഫ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് റിട്ടേൺ ഓഫ് ആൻ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി. ഓക്കെ, ഇനി നമുക്കത് ആൽഫ എന്ത് ചെയ്യുന്നു? ആൽഫ പി നമുക്ക് എന്ത് ചെയ്യുന്നു? കിട്ടുന്നു. ഇനി അടുത്ത ടേം എന്താണ്? ബീറ്റ പി ആണ് അല്ലേ? ബീറ്റ പി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ദ പോർട്ട്ഫോളിയോ ബീറ്റ ഈസ് ദ വെയ്റ്റഡ് ആവറേജ് ഓഫ് ദ ബീറ്റ കോഎഫിഷ്യന്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ്. എന്താണ്? ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ വെയ്റ്റഡ് ആവറേജ് ആണെന്ത്? ബീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ ബീറ്റ കോഎഫിഷ്യൻറ്റിൻ്റെ എന്താണ്? വെയ്റ്റഡ് ആവറേജ് ആണ് ഇവിടെ പോർട്ട്ഫോളിയോ ബീറ്റ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബീറ്റ പി ഈസ് ഈക്വൽ ടു സിഗ്മ ഡബ്ല്യു ഐ എന്നാണ്. ബി ഐ ഡബ്ല്യു ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി ആൻഡ് ബീറ്റ കോവിഷ്യൻ്റ് ഓഫ് എന്താണ്? ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി. ഇതിൻ്റെ എന്താണ്? ബീറ്റ കോവിഷ്യനെ കൊണ്ട് അതിൻ്റെ പ്രൊപ്പോർഷനെ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബീറ്റ പി നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. ആൻഡ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ദ പോർട്ട്ഫോളിയോ ഈസ് ദി സം ഓഫ് ദ വെയ്റ്റഡ് ആവറേജ് ഓഫ് സ്പെസിഫിക് റിട്ടേൺസ് ആൻഡ് ദ വെയ്റ്റഡ് ആവറേജ് ഓഫ് ദ മാർക്കറ്റ് റിലേറ്റഡ് റിട്ടേൺസ് ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ദ പോർട്ട്ഫോളിയോ, ഒരു പോർട്ട്ഫോളിയോയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് സം ഓഫ് ദ വെയ്റ്റഡ് ആവറേജ് ഓഫ് സ്പെസിഫിക് റിട്ടേൺ. എന്താണ്? സ്പെസിഫിക് റിട്ടേണിൻ്റെയും അതേപോലെ മാർക്കറ്റ് റിലേറ്റഡ് റിട്ടേണിൻ്റെയും എന്താണ്? ഒരു തുക, ആകെ തുക ആണെന്നെങ്കിൽ അതിൻ്റെ വെയ്റ്റഡ് ആവറേജിൻ്റെ തുകയാണ് എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ എന്ന് പറയുന്നത്. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സിംഗിൾ ഇൻഡെക്സ് മോഡൽ പ്രകാരം നമ്മൾ കണ്ടുപിടിക്കുന്ന പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ എന്ന് പറയുന്നത് വെയ്റ്റഡ് ആവറേജ് ഓഫ് എന്താണ്? സ്പെസിഫിക് റിട്ടേൺസ് പ്ലസ് എന്താണ്? മാർക്കറ്റ് റിലേറ്റഡ് റിട്ടേൺ ആണ്. ഇനി നമ്മൾ അതിൻ്റെ എന്താണ്? റിസ്ക് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. നമുക്ക് എന്താണ് റിസ്ക് എന്നുള്ളത്? ദ റിസ്ക് ഓഫ് എ പോർട്ട്ഫോളിയോ ഈസ് മെഷേർഡ് ആസ് ദ വേരിയൻസ് ഓഫ് പോർട്ട്ഫോളിയോ റിട്ടേൺസ്. എന്താണ്? പോർട്ട്ഫോളിയോയുടെ റിസ്കിനെ നമ്മൾ സാധാരണയായിട്ട് മെഷർ ചെയ്യുന്നത് പോർട്ട്ഫോളിയോയുടെ വേരിയൻസ് ആണ്, അല്ലെങ്കിൽ വേരിയൻസ് ഓഫ് എന്താണ്? പോർട്ട്ഫോളിയോ റിട്ടേൺസ് കണ്ടുപിടിച്ചിട്ടാണ്. സോ ദ റിസ്ക് ഓഫ് എ പോർട്ട്ഫോളിയോ ഈസ് സിംപ്ലി ദ വെയ്റ്റഡ് ആവറേജ് ഓഫ് ദ മാർക്കറ്റ് റിലേറ്റഡ് റിസ്ക് ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് പ്ലസ് വെയ്റ്റഡ് ആവറേജ് ഓഫ് ദി എന്താണ്? സ്പെസിഫിക് റിസ്ക് ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് ഇൻ ദ പോർട്ട്ഫോളിയോ അല്ലേ? നമ്മൾ സിമ്പിളായിട്ട് പോർട്ട്ഫോളിയോയുടെ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെയൊക്കെ വെയ്റ്റഡ് ആവറേജ് ആണ്? വെയ്റ്റഡ് ആവറേജ് ഓഫ് മാർക്കറ്റ് റിലേറ്റഡ് റിസ്ക് പ്ലസ് എന്താണ്? വെയ്റ്റഡ് ആവറേജ് ഓഫ് എന്താണ്? സ്പെസിഫിക് റിസ്ക് ഓഫ് എന്താണ്? ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് ആണ്. അതിനെ നമ്മൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത് സിഗ്മ സ്ക്വയർ പി ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പി എൻ സ്ക്വയർ എം പ്ലസ് എന്താണ്? സിഗ്മ. ഇത് ഒന്നാമത് പറയുന്നത് എന്താണ്? മാർക്കറ്റ് റിലേറ്റഡ് റിസ്ക് ആണ്. രണ്ടാമത് നമ്മൾ പറയുന്ന വെയിറ്റ് ഡബ്ല്യു ഐ സ്ക്വയർ എന്താണ്? സിഗ്മ സ്ക്വയർ ഇ ഐ എന്ന് പറയുന്നതാണ് സ്പെസിഫിക് റിസ്ക് ആണ്. ഓക്കെ, സോ ദ ഫസ്റ്റ് ടേം കോൺസ്റ്റിറ്റ്യൂട്ട് ദ വേരിയൻസ് ഓഫ് ദി എന്താണ്? മാർക്കറ്റ് ഇൻഡെക്സ് മൾട്ടിപ്ലൈഡ് ബൈ ദ സ്ക്വയർ ഓഫ് പോർട്ട്ഫോളിയോ ബീറ്റ ആൻഡ് റെപ്രസെൻറ്റ് എന്താണ്? മാർക്കറ്റ് റിലേറ്റഡ് റിസ്ക് ഓഫ് ദി പോർട്ട്ഫോളിയോ. ഇതിലുള്ള ഈ ഇക്വേഷനിലുള്ള ഒന്നാമത്തെ ഭാഗം, അതായത് ബീറ്റ സ്ക്വയർ എന്താണ്? എൻ സ്ക്വയർ എം എന്ന് പറയുന്ന ഭാഗം, അത് എന്ത് ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് എന്താണ്? വേരിയൻസ് ഓഫ് ദ മാർക്കറ്റ് ഇൻഡെക്സ്. മാർക്കറ്റ് ഇൻഡെക്സിൻ്റെ വേരിയൻസിനെ എന്തിനെ കൊണ്ട് ഗുണിച്ചിട്ടുള്ളതാണ്? ബൈ ദ സ്ക്വയർ ഓഫ് പോർട്ട്ഫോളിയോ ബീറ്റ. പോർട്ട്ഫോളിയോ ബീറ്റയുടെ എന്താണ്? സ്ക്വയർ കൊണ്ട് ഗുണിച്ചിട്ടുള്ള ഭാഗമാണ്. അത് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? മാർക്കറ്റ് റിലേറ്റഡ് റിസ്ക്
റിസ്ക് അതല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റിസ്കിനെയാണ് എന്ത് ചെയ്യുന്നത്, അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ സെക്കൻഡ് ടേം ഈസ് ദ വെയ്റ്റഡ് ആവറേജ് ഓഫ് ദ വേരിയൻസ് ഓഫ് റെസിഡ്യുവൽ റിട്ടേൺ. എന്നാണ് രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് എന്തിൻ്റെ വെയ്റ്റഡ് ആവറേജ് ആണ്, വേരിയൻസ് ഓഫ് റെസിഡ്യുവൽ റിട്ടേൺ. റെസിഡ്യുവൽ റിട്ടേണിൻ്റെ വെയ്റ്റഡ് ആവറേജ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ വേരിയൻസ് ആണ് ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ്. ആൻഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് സ്പെസിഫിക് റിസ്ക് എന്നാണ്, അത് സ്പെസിഫിക് റിസ്കിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് ദ പോർട്ട്ഫോളിയോയെ എന്ത് ചെയ്യുന്നതാണ്, റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അതായത് ടോട്ടൽ റിസ്ക് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് റിലേറ്റഡ് റിസ്ക് പ്ലസ് എന്താണ് സ്പെസിഫിക് റിസ്ക്. ആസ് മോർ ആൻഡ് മോർ സെക്യൂരിറ്റീസ് ആർ ആഡഡ് ടു ദ പോർട്ട്ഫോളിയോ, എന്താണ് കൂടുതൽ എന്താണ് സെക്യൂരിറ്റീസ് എന്ത് ചെയ്യുന്ന സമയത്ത് പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് the unsystematic risk of the portfolio becomes smaller and is negligible for a moderately sized എന്നാണ് പോർട്ട്ഫോളിയോ. എന്താണ് അപ്പോൾ കൂടുതൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പറയുന്ന കാര്യമാണ്, കൂടുതൽ പോർട്ട്ഫോളിയോയിലേക്ക് എന്ത് ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അൺസിസ്റ്റമാറ്റിക് എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരികയും ഒരു നെഗ്ലിജിബിൾ പാർട്ടായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു മോഡറേറ്റ്ലി സൈസ്ഡ് ആയിട്ട് പോർട്ട്ഫോളിയോൻ്റെ അതിൻ്റെ അൺസിസ്റ്റമാറ്റിക് റിസ്ക് നമുക്ക് നെഗ്ലിജിബിൾ ആയിട്ട് ആവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ദസ് ഫോർ എ ലാർജ് പോർട്ട്ഫോളിയോ ദ റെസിഡ്യുവൽ റിസ്ക് ഓർ അൺസിസ്റ്റമാറ്റിക് റിസ്ക് അപ്രോച്ചസ് ടു സീറോ ആൻഡ് ദ പോർട്ട്ഫോളിയോ റിസ്ക് ബിക്കംസ് ഈക്വൽ ടു എന്താണ് ബീറ്റ സ്ക്വയർ സിഗ്മ സ്ക്വയർ എം. ഹെൻസ് ദ എഫക്റ്റീവ് മെഷർ ഓഫ് പോർട്ട്ഫോളിയോ റിസ്ക് ഈസ് എന്നാണ് ബീറ്റ ഓഫ് പോർട്ട്ഫോളിയോ. അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞത്, അതായത് എന്താണ് ഒരു മോഡറേറ്റ്ലി സൈസ്ഡ് അല്ലെങ്കിൽ ലാർജ് പോർട്ട്ഫോളിയോസിനൊക്കെ അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ത് ചെയ്യും, കൂടുതൽ സെക്യൂരിറ്റി ഉള്ളതിനെ കൊണ്ട് നെഗ്ലിജിബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്ത് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് വെറുതെ നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല, കാൽക്കുലേറ്റ് ചെയ്യണമെന്നില്ല. നമ്മൾ ആ ബീറ്റേൻ്റെ റിസ്ക് മാത്രം എന്ത് ചെയ്താൽ മതിയാവും, കണ്ടുപിടിച്ചാൽ അത് എന്തിന് ഈക്വൽ ആവും എന്നാണ് പറഞ്ഞത്, ബീറ്റ സ്ക്വയർ ആദ്യത്തെ ടേമിന് മാത്രം എന്താവും ഈ റിസ്ക് ഈക്വൽ ആവും. മറ്റേത് ഒഴിവാകാനുള്ള കാരണം എന്ന് പറയാനുള്ള എന്താണ്, കൂടുതൽ ഒരു പോർട്ട്ഫോളിയോയിലേക്ക് കൂടുതൽ സെക്യൂരിറ്റീസ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്താണ് അതിൻ്റെ റിസ്ക് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്താ ചെയ്യുന്നത്, കുറയുകയാണ് ചെയ്യുന്നത്. ആവറേജ് ഇതിലേക്ക് വരും, സീറോയിലേക്ക് എന്ത് ചെയ്യും, സീറോ എന്ന് നമുക്ക് അങ്ങനെ പക്കാ സീറോ എന്ന് പറയാൻ പറ്റില്ല, നെഗ്ലിജിബിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നെഗ്ലിജിബിൾ റിസ്ക് ആക്കി മാറ്റുവാൻ കഴിയും. ഓക്കെ, ഇതാണ് റിസ്ക് ഓഫ് എന്താണ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്ത എന്താണ് മൾട്ടി ഇൻഡെക്സ് മോഡൽ. അപ്പോൾ മൾട്ടി ഇൻഡെക്സ് മോഡൽ പറയുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു കാര്യം പറയുന്നു. ദ സിംഗിൾ ഇൻഡെക്സ് മോഡൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇൻ ഫാക്ട് ഈസ് ആൻ ഓവർ സിംപ്ലിക്കേഷൻ. വളരെ സിമ്പിളായി പോയിട്ടുള്ള അല്ലെങ്കിൽ ഓവർ മാർക്കോവിക്സ് മോഡലൊക്കെ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നുമില്ല അല്ലേ. കാരണം എന്താണ്, അതിൽ വേരിയൻസ് ഉണ്ട്, കോവേരിയൻസ് ഉണ്ട്, കോറിലേഷൻ ഉണ്ട് അല്ലേ. ഇതെല്ലാത്തിനും ഡാറ്റ സ്വീകരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ പോർട്ട്ഫോളിയോ റിട്ടേൺ, പോർട്ട്ഫോളിയോ വേരിയൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ ഈ ഡാറ്റയൊക്കെ കളക്ട് ചെയ്തിട്ടാണ് നമ്മളെന്ത് കണ്ടുപിടിക്കുന്നത്, പോർട്ട്ഫോളിയോ വേരിയൻസ് കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിന് അത്രയൊന്നും എന്തില്ല, ബുദ്ധിമുട്ടില്ല അല്ലേ. അപ്പോൾ ഇതൊരു സിംപ്ലിഫിക്കേഷനാണ്. സോ ഇറ്റ് അസ്യൂംസ് ദാറ്റ് എന്താണ്, സ്റ്റോക്സ് മൂവ് ടുഗദർ ഓൺലി ബിക്കോസ് ഓഫ് എ കോമൺ മൂവ്മെൻറ്റ് വിത്ത് ദ മാർക്കറ്റ്. എന്താണ്, എന്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്, മാർക്കറ്റിൻ്റെ കൂടെയുള്ള മൂവ്മെൻറ്റ് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോക്ക് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത് എന്നുള്ളൊരു അസംഷനാണ് ഇതിനുള്ളത്, ഈ സിംഗിൾ ഇൻഡെക്സ് മോഡലിനുള്ളത്. So many researchers have found that there are influences other than the market that cause stock to move together. എന്താണ്, അപ്പോൾ ഒരുപാട് ആളുകൾ ഇതല്ലാതെ വേറെയും ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് വേറെ മൂവ്മെൻറ്റും എന്താണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിന് എന്താണ് അല്ലെങ്കിൽ സെക്യൂരിറ്റി റിട്ടേൺസിൻ്റെ മൂവ്മെൻറ്റിന് വേറെയും ഫാക്ടേഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. സോ മൾട്ടി ഇൻഡെക്സ് മോഡൽ അറ്റംപ്റ്റ് ടു ഐഡൻറ്റിഫൈ ആൻഡ് ഇൻകോപ്പറേറ്റ് ദ നോൺ മാർക്കറ്റ് or extra market forces that cause securities to move together also into the model. അതായത് ഈ മോഡൽ എന്ത് ചെയ്യുന്നു, അതായത് ഇതിനെ കൂടാതെ മാർക്കറ്റ് ഇൻഡെക്സിനെ കൂടാതെ നോൺ മാർക്കറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ മാർക്കറ്റ് ഫോഴ്സസ് എന്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ഈ പറയുമ്പോൾ എന്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു എന്താണ്, ഐഡൻറ്റിഫൈ ചെയ്യാനോ ഇൻകോപ്പറേറ്റ് ചെയ്യാനോ ഏതിനെ എക്സ്ട്രാ മാർക്കറ്റ് ഫോഴ്സസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻകോപ്പറേറ്റ് ചെയ്ത് അതിനെ എന്ത് ചെയ്യുക, നമ്മുടെ മോഡലിലേക്ക് എന്ത് ചെയ്യുക, കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് എന്ത് മൾട്ടി ഇൻഡെക്സ് മോഡൽ എന്ന് പറയുന്നത്.
So these extra market forces are a set of economic factors that account for common movement in the stock prices beyond that accounted for by the market index itself. അതായത് മാർക്കറ്റ് ഇൻഡെക്സ് മാത്രമല്ലാതെ വേറെയും ചില എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ. ആ എക്കണോമിക് ഫാക്ടേഴ്സിന് ആണ് അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് പ്രൈസിൻ്റെ കോമൺ മൂവ്മെൻറ്റിന് കാരണമായിട്ടുള്ള മാർക്കറ്റ് ഇൻഡെക്സിനെ കൂടാതെയുള്ള എക്കണോമിക് ഫാക്ടേഴ്സിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഈ എക്സ്ട്രാ മാർക്കറ്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഫണ്ടമെൻ്റൽ എക്കണോമിക് വേരിയബിൾസ് സച്ച് ഇൻഫ്ലേഷൻസ്, റിയൽ എക്കണോമിക് ഗ്രോത്ത്, ഇൻട്രസ്റ്റ് റേറ്റ്, എക്സ്ചേഞ്ച് റേറ്റ് പോലെ എക്സെട്ര ആയിട്ടുള്ള വുഡ് ഹാവ് സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഇൻ ഡിറ്റർമിനിങ് സെക്യൂരിറ്റി റിട്ടേൺസ് ആൻഡ് ഹാൻസ് ദെയർ മൂവ്മെൻറ്റിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ സെക്യൂരിറ്റി റിട്ടേണും അതേപോലെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റിലൊക്കെ ഘടകം അല്ലെങ്കിൽ അവർക്കതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട്. ഈ മൂവ്മെൻറ്റിലും ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല, മാർക്കറ്റ് ഇൻഡെക്സ് മാത്രമല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, വേറെയും ഘടകങ്ങളുണ്ട്. ഓക്കെ, സോ എ multi-index model augment the single index model by incorporating these extra market factors as additional independent variable. അതായത് ഈ മൾട്ടി ഇൻഡെക്സ് മോഡൽ എന്താ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു സിംഗിൾ ഇൻഡെക്സ് മോഡലിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് ഇൻഡെക്സ് ആണ്. അപ്പോൾ ഈ മാർക്കറ്റ് ഇൻഡെക്സിനെ കൂടാതെ ഈ എക്സ്ട്രാ മാർക്കറ്റ് അല്ലെങ്കിൽ നോൺ മാർക്കറ്റ് ഫോഴ്സസിനെയും കൂടി എന്തായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തു? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്? മൾട്ടി ഇൻഡെക്സ് മോഡൽ ചെയ്യുന്നത്. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ എ മൾട്ടി മോഡൽ മാർക്കറ്റ് ഫാക്ടേഴ്സ് ആസ് അഡീഷണൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് അതായത് മാർക്കറ്റ് ഇൻഡെക്സിനെ കൂടാതെയുള്ള അഡീഷണൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണെന്ത്? ഈ പറയുന്ന മൾട്ടി ഇൻഡെക്സ് മോഡൽ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ പറയുന്നു ആൽഫ ഐ പ്ലസ് ബീറ്റ എം ആർ എം എന്ന മാർക്കറ്റ് ഇൻഡെക്സ് പ്ലസ് B1 R1 പ്ലസ് B2 R2 പ്ലസ് B3 R3 പ്ലസ് EI. ഇനി B4 R4 B5 R5 പ്ലസ് EI എന്ന് കൊടുത്താലും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. കണ്ടിന്യൂ ചെയ്ത് എത്ര വേരിയബിളാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിനെല്ലാം ഇതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, സോ ദ മോഡൽ സേസ് ദാറ്റ് മോഡൽ പറയുന്നത് എന്താണ്? ദ മോഡൽ സേസ് ദാറ്റ് the return of an individual security is a function of 4 factors: the general market factors and the 3 extra market factors R1 R2 R3. അതായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ എക്സാമ്പിളിൽ ഉള്ള ഈ മോഡൽ, അതായത് RI ഈസ് ഈക്വൽ ടു ആൽഫ ഐ പ്ലസ് ബീറ്റ എം ആർ എം പ്ലസ് B1 R1 പ്ലസ് B2 R2 പ്ലസ് B3 R3 പ്ലസ് EI എന്ന് പറയുന്ന മോഡൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓഫ് എൻ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി. ഒരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ റിട്ടേൺ എന്ന് പറയുന്നത് എന്തിൻ്റെ ഫംഗ്ഷനാണ്? 4 ഫാക്ടറിൻ്റെ ഫംഗ്ഷനാണ്. ഏതൊക്കെയാണ് ആ ഫാക്ടർ എന്ന് പറയുന്നത്? ജനറൽ മാർക്കറ്റ് ഫാക്ടർ ആയിട്ടുള്ള RM ആൻഡ് ദ അതർ 3 എക്സ്ട്രാ R1 R2 R3 ഉള്ള എക്സ്ട്രാ മാർക്കറ്റ് ഫാക്ടേഴ്സിൻ്റെയും RMൻ്റെയും ഫംഗ്ഷനാണ് ഒരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ റിട്ടേൺ എന്നാണ് ഇവിടെ പറയുന്നത്. So the beta coefficient attached to the 4 factors have the same meaning as in the single index model. ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ബീറ്റയുടെ വാല്യൂ മീനിങ് തന്നെയാണ് സിംഗിൾ ഇൻഡെക്സ് മോഡൽ നമ്മൾ സെൻസിറ്റിവിറ്റിയാണ് നമ്മൾ മെഷർ ചെയ്തത്. അത് തന്നെയാണ് ഇവിടെയും മെഷർ ചെയ്യുന്നത്. ആൻഡ് ദ മെഷർ ദ സെൻസിറ്റിവിറ്റി ഓഫ് ദ സ്റ്റോക്ക് റിട്ടേൺ ഓഫ് ദീസ് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു സെൻസിറ്റിവിറ്റിയാണ് മെഷർ ചെയ്യുന്നത്. ആൻഡ് ദ ആൽഫ പാരാമീറ്റർ ആൽഫ I and the residual term EI also have the same meaning in the single index model. ആൽഫയ്ക്കും അതേപോലെ അതോ ഈ ആൽഫ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് 0 ആകുന്ന സമയത്തുള്ള റിട്ടേൺ ആണ്. ആൽഫ ഐ എന്ന് പറഞ്ഞാൽ EI എന്ന് പറഞ്ഞാൽ റെസിഡ്യൂവൽ റിട്ടേൺ ആണ്. ഇത് രണ്ടും സിംഗിൾ ഇൻഡെക്സ് മോഡലിലുള്ള അതേ മീനിങ് തന്നെയാണ് എവിടെയുള്ളത്? മൾട്ടി ഇൻഡെക്സ് മോഡലിലും ഉള്ളത്. So the calculation of return and risk of individual securities as well as portfolio return and variance follows the same pattern as in the single index model. നമ്മൾ സിംഗിൾ ഇൻഡെക്സ് മോഡലിൽ എങ്ങനെയാണ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ റിട്ടേൺ റിസ്ക്കും കണ്ടുപിടിച്ചത്, പോർട്ട്ഫോളിയോയുടെ റിട്ടേണും റിസ്ക്കും നമ്മൾ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് എവിടെയും അഡോപ്റ്റ് ചെയ്യുന്നത്, മൾട്ടി ഇൻഡെക്സ് മോഡലിലും അഡാപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദീസ് വാല്യൂസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻപുട്ട് ഫോർ പോർട്ട്ഫോളിയോ അനാലിസിസ് ആൻഡ് സെലക്ഷൻ. ഈ വാല്യൂ ഉപയോഗിക്കുന്നു പോർട്ട്ഫോളിയോ അനാലിസിസിനും സെലക്ഷനും വേണ്ടിയിട്ട് ഈ വാല്യൂസിന് അതിന് ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ,
So a multi-index model is an alternative to the single index model. However, it is more complex and requires more data estimates for its application. എന്ന് പറഞ്ഞാൽ അപ്പോൾ സിംഗിൾ ഇൻഡെക്സ് മോഡലിനെ ഒരു അൾട്ടർനേറ്റീവ് ആണ്, അല്ലെങ്കിൽ അതിന് പകരമായിട്ടുള്ള എന്താണ് ഒരു അൾട്ടർനേറ്റീവ് ആയിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്, മൾട്ടി ഇൻഡെക്സ് മോഡൽ വന്നിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാലും ഇതെന്നാൽ കുറച്ചും കൂടി സങ്കീർണ്ണമാണ്, കുറച്ചും കൂടി എന്താണ് ഡാറ്റ എസ്റ്റിമേഷനൊക്കെ എന്തിനാണ് അതിൻ്റെ അപ്ലിക്കേഷന് കുറച്ചും കൂടി ഡാറ്റ എസ്റ്റിമേഷനൊക്കെ ആവശ്യമുണ്ട്. So both the single index model and the multi-index model have helped to make portfolio analysis more practical. എന്നാണ് പോർട്ട്ഫോളിയോ അനാലിസിസ് കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുവാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്, സിംഗിൾ ഇൻഡെക്സ് മോഡലും മൾട്ടി ഇൻഡെക്സ് മോഡലും എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അപ്പോൾ സിംഗിൾ ഇൻഡെക്സ് മോഡലിൽ നിന്നും മൾട്ടി ഇൻഡെക്സ് മോഡൽ എന്ന് പറയുമ്പോൾ എന്തിനാണ് ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അതായിട്ടുള്ള മാർക്കറ്റ് ഇൻഡെക്സിനോട് കൂടിയിട്ട് അഡീഷണൽ ഫാക്ടേഴ്സും കൂടി എന്ത് ചെയ്യുന്നു, എക്സ്ചേഞ്ച് റേറ്റോ ഇൻട്രസ്റ്റ് റേറ്റോ അതേപോലെ എന്താണ് എക്കണോമിക് ഗ്രോത്ത് റേറ്റോ ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, വർദ്ധിക്കുന്നു. അതാണ് എന്ത് അതിൻ്റെ വ്യത്യാസം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ് പറയാവുന്നത്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് റിഗാർഡിംഗ് ദ സെഷൻ യു ക്യാൻ ആസ്ക്.